തീരാ കണ്ണീരിലായ ഒരു കുടുംബത്തിന് ഇനി ഗാന്ധി ഭവന്റെ തണൽ. ബാലരാമപുരം കല്ലുമൂട് കരുണാകര പണിക്കരുടെ കുടുംബത്തിനാണ് സുമനസ്സുകളുടെ ഇടപെടലിലൂടെ പുതുജീവിതം ലഭിക്കുന്നത്. വിധിയുടെ ക്രൂരതയിൽ തകർന്നുപോയ ഒരു കുടുംബത്തിന് ഇനി ഗാന്ധി ഭവൻ ആശ്രയമേകും. കല്ലുമൂട് സ്വദേശി കരുണാകര പണിക്കരുടെ കുടുംബമാണ് ഉറ്റവരുടെ വിയോഗവും കടുത്ത ദാരിദ്ര്യവും നേരിട്ട ശേഷം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറുന്നത്. അമ്മയും ബധിരനായ മകനും ഉൾപ്പെടെ 2 ആൺമക്കളും ഒരു മകളും അടങ്ങുന്നതായിരുന്നു ഇവരുടെ കുടുംബം. കരുണാകര പണിക്കരുടെ മരണശേഷം സാമ്പത്തികമായും മാനസികമായും തകർന്നുപോയ കുടുംബത്തെ മകന്റെ വരുമാനമായിരുന്നു താങ്ങി നിർത്തിയിരുന്നത്. എന്നാൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മകൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും അടഞ്ഞു. തുടർന്ന് നാട്ടുകാരും പഞ്ചായത്തുമാണ് ഈ കുടുംബത്തിന് താങ്ങായത്. കഷ്ടതകൾക്കിടയിലും മകൾ കൂടി അസുഖം ബാധിച്ച് മരിച്ചതോടെ കുടുംബം തീർത്തും ഒറ്റപ്പെട്ടു. മകൾ മരിച്ച് 3 ദിവസത്തിന് ശേഷമാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം നാട്ടുകാർക്ക് കണ്ടെത്താനായത്. മൂകനായ മകനും വൃദ്ധയായ മാതാവുമാണ് ആ വീട്ടിൽ ഇനി അവശേഷിക്കുന്നത്. ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ തിരിച്ചറിഞ്ഞ അന്തിയൂർ കല്ലുമൂട് SNDP ശാഖാ പ്രവർത്തകരും നാട്ടുകാരും ജനപ്രതിനിധികളുമാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലാരം പഞ്ചായത്തിലെ പ്ലാവളയുടെ സമീപത്താണ്. നമ്മളെ പ്രിയപ്പെട്ട കാവോള എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന വീട്ടമ്മയായിട്ടുള്ള മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ബേബി അമ്മയും മകൻ ശ്രീകുമാറും 2 പേർക്ക് പ്രശ്നമാണ്. അവർ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. സ്വന്തമായി ആഹാരം വയ്ക്കുന്നതിനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരും ബന്ധുക്കളും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ പത്തനാപുരത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവനിലേക്ക് അവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ധാരണയായിട്ടുണ്ട്. അത് അത്തരം ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത ഗാന്ധി ഭവൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ പ്രത്യേകമായി ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അവർക്ക് ആരോഗ്യവും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ച് അവർക്ക് സുരക്ഷിതമായിട്ടൊരു വാസം ഉറപ്പിക്കുന്നതിന് ഗാന്ധി ഭവന് കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതാണ് ഗാന്ധി ഭവൻ്റെ ഇന്നലെ വരെയുള്ള അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. ആ ഗാന്ധി ഭവനിലേക്ക് ആ അമ്മയെയും മകനെയും യാത്ര അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു വാസവും പരിചരണവും ആരോഗ്യ സംരക്ഷണവും ഒക്കെ അതുവഴി ലഭ്യമാക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശിക്കുന്നു. പത്തനാപുരം ഗാന്ധി ഭവന്റെ എല്ലാമായ ശ്രീ പുനലൂർ സോമരായ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധി ഭവനിൽ നിന്നും ഗാന്ധി ഭവന്റെ 20 ശാഖകളിൽ ഒന്നായ വെളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇതിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ തിരുവോണൻ രാമേന്ദ്രൻപിള്ള അവറുകളും ഇതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഞാനും ഞങ്ങളുടെ അസിസ്റ്റന്റ് മാനേജറുമാണ് വന്ന് ഗാന്ധി ഭവന്റെ നിർദ്ദേശപ്രകാരം ഈ അമ്മയും മകനെയും ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും 2000-ഓളം പേർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബം എന്ന നിലയിൽ 2000-ഓളം അനാഥർക്ക് അഭയം നൽകുന്ന പത്തനാപുരം ഗാന്ധി ഭവനിലെ അംഗമായി ഈ അമ്മയും മകനും സുരക്ഷിതമായിരിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഗാന്ധി ഭവന് വേണ്ടി ഉറപ്പ് നൽകുന്നു. പഞ്ചായത്ത് മെമ്പർ സുധാകരൻ, ആൻസലൻ MLA, അന്തിയൂർ കല്ലുമൂട് SNDP ശാഖാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഗാന്ധി ഭവൻ അധികൃതർക്ക് കത്തെഴുതിയതിനെ തുടർന്ന് ഇന്ന് ഗാന്ധി ഭവൻ പ്രവർത്തകർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഏറ്റെടുക്കാൻ തീരുമാനമായി. MLA K. ആൻസലൻ, നേമം ബ്ലോക്ക് മെമ്പർ ജോസ്, ബാലരാമപുരം പഞ്ചായത്ത് മെമ്പർ K. സുധാകരൻ, SNDP കമ്മിറ്റി പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇരുവരെയും സുരക്ഷിതമായി ഗാന്ധി ഭവനിലേക്ക് മാറ്റിയത്. ഇനി പട്ടിണിയും ഭയവും ഇല്ലാത്ത നാളുകളിലേക്ക് ഗാന്ധി ഭവന്റെ കരുതലിൻ കീഴിൽ ഈ അമ്മയും മകനും സുരക്ഷിതരായിരിക്കും. GTV ന്യൂസ്, ബാലരാമപുരം.